അങ്ങനെ വേൾഡ് കപ്പ് 2026 ഗ്രൂപ്പ് സ്റ്റേജസ് ആദ്യത്തെ റൗണ്ട് അങ്ങനെ പിന്നിട്ടു. അപ്പോൾ ഇതുവരെയ്ക്ക് ഏറ്റവും നന്നായിട്ട് ആരൊക്കെ പെർഫോം ചെയ്തു, നമ്മളതിനെ ആരൊക്കെ നിരാശപ്പെടുത്തി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നമുക്ക് നോക്കാം. അതിൽ നമുക്കറിയാം ജർമ്മനി വളരെ ആധികാരികമായിട്ട് 7 ഗോൾ അടിച്ചിട്ട് അവർ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ജർമ്മനി ഇങ്ങനെ അടിക്കുമ്പോൾ പിന്നെ ഒന്നും രണ്ടുമല്ലല്ലോ, എല്ലാവർക്കും ഗോൾ അടിക്കണം എന്ന് പറഞ്ഞ പോലെ. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചു ഇപ്പം കാനഡയാണ്. പക്ഷേ എതിർ ടീമിൽ നമുക്കറിയാം ചുവപ്പ് കാർഡൊക്കെ കിട്ടി പുറത്തായതുകൊണ്ട് അതും അവർക്കൊരു മേൽക്കോയ്മയായിരുന്നു. എന്നാലും കഴിഞ്ഞ കളി ഈ കളി നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു അവർ. പിന്നെ സ്വീഡൻ അതുപോലെ തന്നെ, സ്വീഡനും നല്ല ടീമായി ഇപ്രാവശ്യം. ഗ്യുക്കേറസ് എല്ലാവരും കൂടി ഗംഭീരമായിട്ട് നന്നായി നമ്മളതിനെ എന്തായാലും ഞെട്ടിക്കുന്നു വിചാരിക്കാം. പിന്നെ ഫ്രാൻസ് എംബാപ്പയുടെ നേതൃത്വത്തിൽ, പിന്നെ അർജൻറ്റീന മെസ്സിയുടെ മിന്നും പ്രകടനം, പിന്നെ ഇംഗ്ലണ്ട് ഹാരി കെയ്നും കൂട്ടരും അവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത്. പിന്നെ നമ്മളതിനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന US അടുത്ത കളി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം പൊട്ടച്ചനയുടെ കീഴിൽ നല്ല കളിയായിരുന്നു, നല്ല രസമുള്ള ചന്തള്ള കളിയായിരുന്നു അവരുടെ. പിന്നെ എന്താ വെച്ചെങ്കിൽ US കാനഡയും അവർക്ക് അവരുടെ ഹോം ഗ്രൗണ്ട് ആകുമ്പോൾ ആ ഒരു ബെനിഫിറ്റും കൂടി അത് അവർ യൂസ് ചെയ്യും ഇക്കൊല്ലം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മളതിനെ നിരാശപ്പെടുത്തിയിട്ടുള്ളത്, അങ്ങനെ ഇവരൊന്നും നിരാശപ്പെടുത്തി നമുക്ക് അങ്ങനെ കാര്യമായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ സ്പെയിനായാൽ പോലും, സ്പെയിൻ നമുക്കറിയാം 2010 കപ്പെടുത്ത് 2014 ഫസ്റ്റ് റൗണ്ടിൽ അവർ പുറത്താവുമ്പോഴും കളിയൊക്കെ ഗംഭീരമായിരുന്നു. നമ്മളതിനെ എന്താ പറയുക, അത്രയ്ക്കധികം നമ്മളതിനെ ആനന്ദിപ്പിച്ചു. പക്ഷേ ഗോൾ അടിക്കാനായിട്ടാണ് ചില സമയത്ത് വീണ് പോകുന്നത്. അപ്പോൾ ഈ ടൂർണമെൻറ്റിലും വളരെ നന്നായിട്ട് കളിച്ചെങ്കിലും ഗോൾ സ്കോർ ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയില്ല. അവസാനം റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിജയം തന്നെ ആയി വരുമ്പോൾ ആ കാര്യത്തിൽ അവർ നിരാശപ്പെടുത്തി. പിന്നെ അതുപോലെ തന്നെ ബ്രസീൽ മൊറോക്കോ, അത് പിന്നെ ഗംഭീര മാച്ചായിരുന്നു. രണ്ടും അതിശക്തരായ ടീമുകൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നു. അതുകൊണ്ട് ആ മാച്ച് വെച്ച് നമുക്ക് ബ്രസീലിനെ വിലയിരുത്താൻ പറ്റില്ല. ബ്രസീൽ അടുത്ത മാച്ചുകളിൽ ഗംഭീരമായിട്ട് തിരിച്ചു വരും. പിന്നെ പോർച്ചുഗലാണ്. പോർച്ചുഗൽ ഈ വേൾഡ് കപ്പിൽ ഒരുപാട് പ്രഡിക്ഷനിലൊക്കെ എല്ലാവരും പറയുന്നൊരു ടീമാണ്. കാരണം അത്രയും നല്ല ലൈനപ്പാണ്. എന്നിട്ടും അവർ പ്രതീക്ഷിച്ച പോലെ ഒരു ഡിഫെൻസീവ് കളി അല്ലെങ്കിൽ ഒരു ബാക്ക് പാസ്സൊക്കെ ഉള്ള കളി, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു അറ്റാക്കിങ് ഗെയിം നമ്മൾ അവരുടെ ഭാഗത്ത് കണ്ടില്ല എന്നുള്ളതാണ്. മറ്റുള്ളവരൊക്കെ അതാണ് അവരും ഈ സ്പെയിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തോറ്റെങ്കിലും അവർ തമ്മിലുള്ള വ്യത്യാസം. കാരണം എത്ര നല്ല ലൈനപ്പ്, ബ്രൂണോ ഫെർണാണ്ടസ്, സിൽവ, പിന്നെ നെറ്റോ, വിറ്റീഞ്ഞ, ഇവരൊക്കെ ഉണ്ടായിട്ട് ഒരു ബോള് എന്താ പറയുക റൊണാൾഡോയ്ക്ക് കൊടുക്കാനായിട്ട് എന്തോ CR7 ഒറ്റപ്പെട്ട് നിൽക്കണ പോലെയാണ് പലപ്പോഴും തോന്നിയത്. അത് എന്തോ ആ കാഴ്ച ഒരു നമ്മളിലും എന്താ പറയുക ചെറിയൊരു വിഷമം ഉണ്ടാക്കി. കാരണം ആളൊക്കെ ലിവിങ് ലെജൻഡാണ്, ആളനൊക്കെ വേണ്ട പരിഗണനയും അതുപോലെ. അല്ലെങ്കിൽ പിന്നെ ആളനെ എന്തിനാണ് ഇറക്കണത്, ആളനെ മാറ്റി ഈ കൺസെസ്യോ പിന്നെ അതുപോലെ റാഫേലിയോ ഇവരനെ ഇറക്കിയാൽ മതിയില്ലേ. ഇത് റൊണാൾഡോയ്ക്ക് ബോൾ കൊടുക്കണില്ല എന്നുള്ളതാണ് അത്. പിന്നെ അതുപോലെ തന്നെ ക്രൊയേഷ്യ നമ്മൾ വിചാരിച്ച പോലെ എത്തിയിട്ടില്ല. ബെൽജിയം അവരും വിചാരിച്ച പോലെ എത്തിയിട്ടില്ല. ബാക്കി ഉള്ള ടീമുകൾ, ജപ്പാനൊക്കെ നന്നായി ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തു. പിന്നെ ഇന്ന് കൊറിയയുടെ മാച്ചായി കഴിഞ്ഞാലും കൊറിയ ഗോളടിക്കാൻ പറ്റിയില്ല എന്നുള്ളൂ. പക്ഷേ നല്ല അടിപൊളിയായിട്ട് നല്ല ഗംഭീരമായിട്ട് പിടിച്ചു എന്നുള്ളതാണ് കളി. അവരുടെ ഗോൾ കീപ്പറൊക്കെ എന്താ പറയുക തകർത്തു. നല്ലൊരു മാച്ച്. അത് ഒരു സമനിലയെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചായിരുന്നു, അത് കിട്ടിയില്ല. അപ്പോൾ വരും മാച്ചുകളിൽ നമുക്ക് കാണാം. എന്തായാലും മൊറോക്കോ അതിഗംഭീരമായിട്ടുള്ള തിരിച്ചുവരവ്. ബ്രസീലിൻ്റെ നെയ്മർ എത്രയും പെട്ടെന്ന് എത്തട്ടെ. നെയ്മറിനൊരു വിടവ് അവിടെ ഉണ്ട്, അത് ആ ടീം കളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ബ്രസീലിൽ നിന്നൊന്നും നമ്മൾ ഇങ്ങനെ ഒരുപാട് മിസ് പാസസ് ഒന്നും നമ്മൾ കാണാറില്ല. ഇപ്രാവശ്യം എന്തോരം മിസ് പാസസൊക്കെയാണ് അവരുടെ ടീമിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പോൾ അവരുടെ ടീമും താളത്തിലേക്ക് എത്തട്ടെ. പിന്നെ സ്പെയിനിൻ്റെ കളിയൊക്കെ നമുക്ക് കണ്ടാസ്വദിക്കാനുള്ളതാണ്. പിന്നെ എന്താ വെച്ചാൽ ഈ പ്രാവശ്യം ഇനിയിപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിൽ ആദ്യ 2 സ്ഥാനങ്ങളിൽ എത്തിയില്ലെങ്കിൽ കൂടി ചാൻസസ് കൂടുതലാണ്. ആദ്യം നിൽക്കുന്ന ടോപ്പ് 2 ടീംസും പിന്നെ അതുപോലെ തന്നെ 8 ടീമും കയറുന്നതുകൊണ്ട് മിക്ക ടീമുകളും നമ്മൾ പ്രതീക്ഷിക്കുന്ന മിക്ക ടീമുകളും എന്തായാലും നോക്കൗട്ടുകളിൽ വരും. എന്തായാലും ഇനി ഇവിടെ നിന്നാണ് ശരിക്കുള്ള പോരാട്ടങ്ങൾ തുടങ്ങാനായിട്ടിരിക്കുന്നത്. എല്ലാവർക്കും അവിടുത്തെ മണ്ണായിട്ട് ടച്ച്, അവിടുത്തെ ഇനിയിപ്പോൾ ജയിച്ചാലേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. ഇന്നലത്തെയൊക്കെ കളികളിൽ നമ്മൾ കണ്ടു. ഇപ്പോൾ വീറും വാശിയൊക്കെ ഭയങ്കരമായി. കാരണം ഇനിയൊക്കെ ഒരു കളി തോറ്റു കഴിഞ്ഞാൽ പുറത്താവും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോൾ പിന്നെ
നമ്മളതിനെ ഞെട്ടിച്ച കുറേ ടീമുകൾ ഈ വേൾഡ് കപ്പ് അതിഗംഭീരം തന്നെ ആവട്ടെ. എന്തായാലും ഇനി വരാനിരിക്കുന്ന മാച്ചുകളൊക്കെ എല്ലാവരും നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യട്ടെ.